ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലയോ? അപ്പോൾ ദാണ്ടെ ഇന്ന് നമ്മളെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ രാവിലെ എണീറ്റു, നമ്മൾ ദാണ്ടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാത്തിരുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ നേരെ ഞാൻ ദാണ്ടെ ഐതുക്കുട്ടനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ആളാണെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല. സ്കൂളിലും പോകണം. അപ്പം പറയുന്നു, ഉമ്മി ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ ഐതുക്കുട്ടനെ കിട്ടിയിട്ട് 4 വർഷമാവുകയാണ് കേട്ടോ. ഇന്ന് ഐസൂസിൻ്റെ 4 വയസ്സിലെ ബർത്ത്ഡേ ആണ്. അപ്പം അതായിരുന്നു ആ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്നെങ്കിൽ പോയി സ്കൂളിൽ പോയി മിഠായിയൊക്കെ കൊടുത്തിട്ട് ഇനി വാ പഠിക്കാനായിട്ട് ഇരിക്കേണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ഉത്സാഹമായി. അങ്ങനെ വാപ്പിയുടെ കൂടെ മിഠായിയൊക്കെ കൊടുക്കാനായിട്ട് ചെന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും കുട്ടീസൊക്കെ തന്നെ അവനെ വിഷ് ചെയ്യാണ്. പിന്നെ ഐതുക്കുട്ടൻ്റെ ഫ്രണ്ട്സിനെല്ലാം ദാണ്ടെ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആള് ക്ലാസ്സിൽ പഠിക്കാനിരിക്കുന്നില്ല, മിഠായി കൊടുത്തിട്ടിങ്ങ് വരുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ദാണ്ടെ കുട്ടികൾക്കെല്ലാം മിഠായിസൊക്കെ കൊടുത്തു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബർത്ത്ഡേ വരുമ്പം കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടു ചെന്ന് മിഠായി കൊടുക്കണമെന്ന്. പക്ഷെ അത് നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബർത്ത്ഡേ വരുന്നത് ഡിസംബർ അവധിക്കൊക്കെ ആയിരിക്കും കേട്ടോ. ക്രിസ്മസിൻ്റെ ആ ഒരു ഇടയ്ക്കാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും നടക്കത്തില്ല. അപ്പം ഐതുവിൻ്റെ കാര്യത്തിൽ ആ ഒരു സങ്കടമൊക്കെ തീർത്തെടുത്തു. പിന്നെ ദാണ്ടെ ഇന്ന് കുറച്ച് എന്തെങ്കിലും മധുരം വെക്കണമെന്നല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, നമുക്ക് യാസീനൊക്കെ വന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇപ്പോഴേ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിക്കായും ഐതുവും കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇടയ്ക്ക് നമ്മളെ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കുമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹോളിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. എല്ലാം ഇതുവാണെങ്കിൽ എല്ലാം വാരി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയാണ് കേട്ടോ. അവൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ്. ബലൂൺ അവൻ തന്നെ വീർപ്പിക്കണമെന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഐതുക്കുട്ടനെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മളെ ഫൈനൽ ഡെക്കറേഷനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഡെക്കറേഷനാണ്, വലുതായിട്ട് ആരുമില്ല കേട്ടോ, നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ കേക്ക് ഇതുവരെ വന്നില്ല. അങ്ങനെ ഇത് വെയിറ്റ് ചെയ്യാണ് കേക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ കേക്കൊക്കെ ദാണ്ടെ വന്നു. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങിലോട്ട് കിടന്നു കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഐതുക്കുട്ടന് ഗിഫ്റ്റൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ദാണ്ടേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ. അങ്ങനെ അതെല്ലാം മേടിച്ച് അതെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പൊട്ടിച്ച് നോക്കാതെ ഐതുവിനൊരു സമാധാനമില്ല. അങ്ങനെ ദാണ്ടേ ഓരോരുത്തർ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ അവൻ പൊട്ടിച്ച് നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് പീസ് കേക്കൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. നമുക്കത് ഫുഡായിട്ട് നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസും കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ദാണ്ടെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഹാപ്പിയായി. പിന്നെ ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ രാത്രി ദാണ്ടെ ഡെക്കറേഷൻ ചെയ്ത ബലൂൺസ് എല്ലാം നമ്മളങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കിടന്നിങ്ങനെ പൊട്ടുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഈ ബലൂണൊക്കെ ഫുള്ള് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം പോയി കിടന്നിറങ്ങി. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.